ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ലൈനിങ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കണേ. നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അങ്ങനെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ലൈനിങ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്ത് ലെങ്ത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 13.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 14.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് പീസ് കട്ട് ചെയ്തെടുത്തിരിക്കണേ. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ടേ മടക്കിയിട്ടിട്ടുള്ളൂ. ഞാൻ കാണിക്കാം കേട്ടോ. ദേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഇതിൻ്റെ ഓപ്പൺ സൈഡ് വരുന്നത് ഈ ഭാഗത്തും അതുപോലെ തന്നെ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലും ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിലാണ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ഞാൻ 5.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് ആം ഹോളിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 6.25 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. 6.25 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ജസ്റ്റ് ഈ ഒരു അടിഭാഗത്തും 5.5 ഇഞ്ച് ഷോൾഡറിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ഇല്ലേന്നൊന്ന് നോക്കുക. ഇതേ അപ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതേ ഈ ഒരു പോയിന്റിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റിൻ്റെ 4/1 ഈ ഒരു ആം ഹോള് എൻഡ് ചെയ്ത ഭാഗത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും കൊടുക്കുന്നില്ല. 1.5 ഇഞ്ച് മാത്രം സീം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതങ്ങ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു അടിഭാഗത്ത് നമുക്ക് വേസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 7.25 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അടിഭാഗത്തായിട്ട് 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 7.25 വരുന്നത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അവിടെയും സെയിം തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് തന്നെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1.5 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പുകൾ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കൊക്കെ നമ്മൾ ക്യാൻവാസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നെക്കൊന്നും മാർക്ക് ചെയ്യുന്നില്ല. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുക്കുന്നുണ്ട്. അതൊക്കെ ലാസ്റ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ വരിക. നമ്മൾ ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. നെക്കൊക്കെ നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സെയിം ഈ ഒരു ബാക്ക് വെച്ചിട്ട് തന്നെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു പീസ് ക്ലോത്ത് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ സൈഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ചും 1 പോയിൻറ്റും തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 1/4 ഇഞ്ചും 1 പോയിൻറ്റും. അപ്പം നിങ്ങൾക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ 1/4 ഇഞ്ചും പിന്നെ 1 പോയിൻറ്റും മാത്രമേ തയ്യൽ തുമ്പ് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ലെങ്ത്ത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫ്രണ്ട് ഓപ്പണിങ്ങിനുള്ള തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലൈനിൻ്റെ മീതേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒരിക്കലും ഈ ഒരു അറ്റത്തേക്ക് വെക്കരുത് കേട്ടോ. ഈ ഒരു ലൈനിൻ്റെ അവിടെ വേണം നമ്മൾ ബാക്ക് പോർഷൻ വെച്ച് കൊടുക്കാനായിട്ട്.
അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ബാക്ക് പോർഷൻ ഈ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തു. ഫ്രണ്ടിലേക്കും നമ്മൾ ലെങ്ത്ത് എടുത്തിരിക്കുന്ന 14.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേണ്ട മെഷർമെൻറ്റ് പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് ഈ ഒരു ആം ഹോൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കറക്റ്റ് ഈ ഒരു ആം ഹോൾ നമുക്ക് വരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. അങ്ങ് നീട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൈൻ. അതിനുശേഷം കറക്റ്റ് ചെസ്റ്റ് എവിടെയാണോ വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് വരുന്നത്, അതൊന്ന് മാർക്ക് ചെയ്തു. പിന്നെ തയ്യൽ തുമ്പ് ആ ഒരു പോയിന്റും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. ഇത് നമ്മുടെ തയ്യൽ തുമ്പ്. ഇനി ഇങ്ങോട്ട് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എന്തിനാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് പ്രിൻസസ് കട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കട്ട് വരും. അത് കട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് വേണ്ടേ? ആ ഒരു തയ്യൽ തുമ്പിനാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. ഇത് നമ്മുടെ തയ്യൽ തുമ്പ്. ഇത് എക്സ്ട്രാ 1 ഇഞ്ച് കിട്ടിയല്ലോ. ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അടിഭാഗത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പോയിൻറ്റിൻ്റെ ഈ ഒരു മാർക്ക് ചെയ്ത ലൈനിൻ്റെ അപ്പുറത്തേക്ക് വേണം മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്ക് പോർഷനിൽ നമ്മൾ 7.5 ഇഞ്ചാണ് അടിഭാഗത്ത് മാർക്ക് ചെയ്തത്. ആ സെയിം 7.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടേ? ആ 1.5 ഇഞ്ച് അടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 1.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡാർട്ട് ഇട്ട് കൊടുക്കും. നമ്മളിവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഡാർട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യണ്ടേ? അതും കൂട്ടിയിട്ട് 1.5ൻ്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ഞാനൊരു 2 ഇഞ്ച് ഡാർട്ടിനായിട്ട് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, തയ്യൽ തുമ്പ്, പിന്നെ ഡാർട്ട് പ്ലസ് തയ്യൽ തുമ്പൊക്കെ കൂടി ഒരു 2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അത് വരണേ. അതും മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു പോയിൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു, ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. അതാണ് കേട്ടോ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇനി നമുക്കതങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് അളവിന് ഏതൊക്കെ മെഷർമെൻറ്റ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ചെസ്റ്റ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് 100% അങ്ങനെ പറയാൻ പറ്റില്ല. എത്രയൊക്കെയാണ് ഓരോ ഷോൾഡർ, ആം ഹോള്, അതുപോലെ ഇവിടെ എടുക്കുന്ന ബസ്റ്റ് പോയിൻ്റ്, ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ്, ആ ഒരു ലെങ്ത്ത്, അതൊക്കെ നമ്മൾ സൈസ് ചാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ബ്ലൗസിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് കേട്ടോ, സൈസ് ചാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് 4 ഇഞ്ച് വരണത്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് ഓരോ ചെസ്റ്റിനും വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ സൈസ് ചാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നമ്മൾ ടേപ്പ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിട്ട പോയിന്റില്ലേ, അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ടേപ്പ് വെച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ്, ആ ഒരു ലെങ്ത്താണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ച് കറക്റ്റ് ആ ഒരു പോയിന്റിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ടേപ്പ് വെച്ചു. ഇനി ഞാൻ 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയാണോ 9.5 ഇഞ്ച് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഇവിടെയാണ് കേട്ടോ 9.5 ഇഞ്ച് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട പോയിന്റ് ഇതാണ് കേട്ടോ. ഈ ഒരു പോയിൻ്റാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടേ. ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് 4 ഇഞ്ച് ഉണ്ടാവും, അളന്ന് കാണിക്കാം കേട്ടോ. ഇങ്ങോട്ട് കറക്റ്റ് 4 ഇഞ്ചാണ് വരണേ. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് 9.5 ഇഞ്ചും വരുന്ന പോയിൻ്റാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു അടിഭാഗത്തും സെയിം 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു അടിഭാഗത്തായിട്ടും 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു.
ഇനി ഞാൻ ഈ പോയിന്റ് ഇട്ടുല്ലോ, ഈ ഒരു പോയിന്റും ഇപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും കണക്ട് ചെയ്തൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് 1-2 വട്ടം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 1.5 ഇഞ്ചാണ് നമ്മളിവിടെ ഡാർട്ട് ഇട്ട് കൊടുക്കണേന്ന്. ആ ഒരു 1.5 ഇഞ്ച് നമുക്ക് ഈ ഒരു ലൈൻ്റെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്കിതേ ഇതാണ് നമ്മുടെ ബസ്റ്റിൻ്റെ ഷോൾഡർ ടു ബസ്റ്റ് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തേ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു ബസ്റ്റിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ദേ അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ആം ഹോളും ഈ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ആം ഹോളും ഈ ഒരു സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ആം ഹോള് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്രണ്ടിലെ ആം ഹോള് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഞാൻ അധികം കുഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മാത്രമേ കുഴിച്ച് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു ആം ഹോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കളയാം. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഈ ഒരു ഷേപ്പ് ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു നടുക്കിൽ നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ടാത്ത പീസാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ ഒരു സെൻറ്ററിലുള്ള പീസ് കട്ട് ചെയ്ത് കളയുകയാണ്. നമുക്ക് വേണ്ട ഈ ഒരു പീസ് കണ്ടില്ലേ, ഈ ഒരു പീസ് നമുക്ക് വേണ്ടാത്തതാണ്. നമുക്കിതങ്ങ് കളയാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ, ഈ ഒരു ഫ്രണ്ടിൽ ആ ഒരു കട്ട് വരണേ. 2 പീസ് വരുന്നുണ്ട് ഇവിടെയും കണ്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പ്രിൻസസ് കട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 3 പീസായിരിക്കും കേട്ടോ കിട്ടുക. നമ്മൾ ഫ്രണ്ടിൽ ലാസ്റ്റ് ഓപ്പണിങ് കൊടുക്കും, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടൊക്കെ ഭംഗിയായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇതേ ഷേപ്പിന് തന്നെ നമുക്ക് മെയിൻ പീസും കറക്റ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. സെയിം ഇതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ സ്ലീവ്സ് ആണ് കേട്ടോ കട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്. സ്ലീവ്സിൽ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല, അപ്പോൾ ഡയറക്റ്റ് മെയിൻ ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഈ ഒരു കരപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ തുണി നമുക്ക് 4ആയിട്ട് മടക്കിയിടാം. അപ്പോൾ ഇതേ നീളത്തിലാണ് കേട്ടോ ഞാൻ തുണി എടുത്തിരിക്കണേ. അപ്പോൾ 4ആയിട്ട് മടക്കിയിടണം. ആദ്യമേ തന്നെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ആദ്യം മടക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഞാൻ ഈ ഒരു തുണീനെ മടക്കിയിട്ടുണ്ട്. ഇനി ഒരു മടക്കും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. വീണ്ടും ഞാൻ ദേ ഒരു മടക്കും കൂടി മടക്കി കൊടുത്തു. ഇപ്പോൾ തുണി 4ആയിട്ട് മടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ. അത് ഞാൻ മുകളിലേക്ക് വരുന്ന പോലെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗത്താണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ഈ ഒരു അടിവശമാണെന്നുണ്ടെങ്കിൽ 2 പീസ് ഓപ്പൺ ആണ്. ഇതുപോലെ 2 പീസ് ഓപ്പൺ ആണ് കേട്ടോ വരണേ. പിന്നെ ഒരു പീസ് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗവും. ഈ ഒരു മുകൾ വശം കംപ്ലീറ്റ് മടക്കാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കണം. 1 ഇഞ്ച് ഇവിടെ നമുക്ക് മടക്കി അടിക്കാനായിട്ട്, അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്.
അപ്പോൾ ഞാൻ ദേ ഇവിടെ ആദ്യമേ തന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് വേണ്ടത് 11.25 സ്ലീവിൻ്റെ ഒറിജിനൽ ലെങ്ത്ത് വേണ്ടേ. ഇവിടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 12.25 ഇഞ്ചാണ് കേട്ടോ ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണോ? എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് അടിയിലേക്ക് അങ്ങ് നീട്ടി വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലൈനിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെവിടെയാണ് 8 ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതേ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ദേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തങ്ങ് ഡയഗണലായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ടേപ്പ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പകുതി കിട്ടും. ഇനി നമുക്ക് സാധാ പോലെ സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു ലൈനിൻ്റെ പുറത്തേക്കാണ് നമ്മൾ കർവ് കൊടുക്കുന്നത്. അടിഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ളിലേക്കും കർവ് കൊടുക്കും. അങ്ങനെ അതേ ഭംഗിയായിട്ട് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അടിഭാഗത്തേക്ക് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ ബോഡി പാർട്ടിൽ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. ആ സെയിം 1.5 തന്നെ ഞാൻ അടിയിലേക്കും വരയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു 4.5 ഇഞ്ചിൽ അവിടുത്തെ വണ്ണവും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4.5 ഇഞ്ച് അവിടുത്തെ ഒരു വണ്ണം ഒന്ന് സ്ലീവിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഇവിടെയാണ് 6.5 വരണേ. അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അവിടുത്തെയും തയ്യൽ തുമ്പ് നമുക്ക് 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സെയിം 1.5 മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ 5.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് എവിടെയാണോ 5.25 ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അവിടെയും 1.5 ഇഞ്ച് തന്നെ ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്കങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ആദ്യമേ തന്നെ തയ്യൽ തുമ്പുകളൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ സ്ലീവ് ഭംഗിയായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഭംഗിയായിട്ട് സ്ലീവ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അതിനായിട്ട് 2 സ്ലീവിൻ്റെ നല്ല വശങ്ങൾ ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സൊക്കെ കട്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്യണം. അതിനായിട്ട് 2 സ്ലീവിൻ്റെ നല്ല വശങ്ങൾ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2ൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചു. ഇനി ഒരു സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അതേ ഫ്രണ്ട് പോർഷൻ ഞാൻ ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കളയാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ സ്ലീവ് എന്ന് അറിയാനായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുത്തേരേ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ മാറിപ്പോവും. അങ്ങനെ അതേ ഭംഗിയായിട്ട് സ്ലീവ്സും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് മെയിൻ ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കണേ. ഇനി നമുക്ക് ഈ ഒരു 3 പീസും ജോയിൻ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2ൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേ 2ൻ്റെയും നല്ല വശം ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചു. സെൻറ്ററും ജോയിൻ ചെയ്യുക.
അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് ഈ ഒരു മുകൾ ഭാഗത്തുനിന്ന് ജോയിൻ ചെയ്ത് അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പയ്യെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ അതേ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ അവിടെ നിന്ന് നേരെ അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ദേ ഒരു പീസ് നമ്മൾ ഭംഗിയായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ 3 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ചെറിയൊരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യണേന്ന്. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെത്രയാണോ ആ സെയിം തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മടക്ക് വശത്ത് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മടക്ക് വരുന്ന ഭാഗം. ഇവിടെ ഓപ്പൺ ആണ്. ഇനി ഞാൻ നെക്കിൻ്റെ വീതി കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലൈൻ്റെ അപ്പുറത്തേക്ക് വേണം 3 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ലൈൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നേരെ അടിയിലേക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്യുന്നത് 5.25 ഇഞ്ചാണ്. അപ്പോൾ 5.25 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ അടിഭാഗത്ത് നെക്കിൻ്റെ അടിഭാഗത്തെ വിസ്താരം 3.25 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടുങ്ങിയ കഴുത്ത് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം. അതല്ല കുറച്ച് വിരിവ് അടിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി മാർക്ക് ചെയ്യുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അടിഭാഗത്തായിട്ട്. അപ്പോൾ അടിഭാഗത്ത് നെക്കിൻ്റെ വീതി 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൽ ഞാൻ എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു അടിവശത്തു നിന്ന് മുകളിലേക്കായിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് ഇത് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ അങ്ങ് ഡയഗണലായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്കാണ് എനിക്ക് വേണ്ടത്. ഈ ഒരു ഷേപ്പാണ് കേട്ടോ ഞാൻ നെക്കിന് കൊടുക്കുന്നത്. ഇനി ഇതേ ഷേപ്പ് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടും ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പുറം ഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉൾഭാഗം കട്ട് ചെയ്യാം കേട്ടോ. ഉൾഭാഗം കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ബ്രിഡ്ജ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പാണ് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ബാക്ക് നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു തുണിയിൽ കാണിച്ചു തരാം, ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാനായിട്ട്. ഞാൻ ആദ്യമേ തന്നെ ലൈനിങ് തുണി എടുക്കുകയാണ്. ഈ ഒരു ലൈനിങ് തുണിയുടെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇതിൽ പശ വരുന്ന ഭാഗമുണ്ട്, അത് ലൈനിങ് തുണിയോട് ചേർത്ത് വെച്ചു. ഇനി നീറ്റായിട്ട് ഞാൻ ഇത് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷേപ്പ്. നമുക്കിനി ബാക്ക് നെക്കും കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഇതേ ക്യാൻവാസ് ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഓപ്പൺ സൈഡ് ഈ ഒരു ഭാഗത്താണ്, കംപ്ലീറ്റ് മടക്ക് വശം ഈ ഒരു ഭാഗത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടെ 3 ഇഞ്ച് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ഞാൻ 8.25 ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു നെക്കിൻ്റെ അടിവശത്ത് ഞാൻ 3.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. കുറച്ച് വിരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിഭാഗത്തായിട്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അടിവശത്തായിട്ട് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോക്സ് പോലെ വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കൊടുത്ത അതേ നെക്കിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അടിവശത്തായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അതിനെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ നെക്കിൻ്റെ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉൾവശം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഒരു ലൈനിങ് തുണിയിൽ നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. നമ്മൾ ക്യാൻവാസിൽ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ദേ ഈ ഒരു പേപ്പറിൽ അയൺ ചെയ്തെടുത്തു. അതിന് ശേഷം അരികുവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററും നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്ററും ചേർത്ത് വയ്ക്കുക. രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു അരികത്തീക്കടെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ക്യാൻവാസിൻ്റെ അരികത്തീക്കടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരിക്കലും ഈ ഒരു ക്യാൻവാസ് പേപ്പറിൽ സ്റ്റിച്ച് വീഴരുത് കേട്ടോ. ഇങ്ങനെ അരികത്തീക്കടെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ക്യാൻവാസ് നമ്മൾ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ ചെറിയ പാറ്റേൺസ് ഒക്കെ വരുന്നിടത്ത് ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചുറ്റിനും കട്ട് ഇട്ടതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഈ ഒരു നെക്ക് കിട്ടും. നമുക്ക് കണ്ടിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ക്യാൻവാസ് ബാക്കോട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരികത്തിക്കട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിലൊന്ന് ഹെം ചെയ്യുക. നിങ്ങൾക്ക് അയൺ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിക്കടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
ഇനി അടുത്തതായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ സെൻറ്റർ വെച്ചിട്ട് 2 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്യാണ് കേട്ടോ. ഫ്രണ്ടിൽ ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് കറക്റ്റ് സെൻറ്റർ ആക്കിയതിന് ശേഷം നമുക്കതങ്ങ് സെൻറ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ 2 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഹുക്കും മൈയൊക്കെ പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. 2 പീസായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഹുക്ക് വയ്ക്കണം. അതിനായിട്ട് ഇതുപോലൊരു പീസ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കുറച്ച് കൂടുതൽ കട്ട് ചെയ്തോളൂ, നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ജസ്റ്റ് ഇതിനെ ഒന്ന് ഈ 2 ഇഞ്ച് വീതിയിലുള്ള ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ള പീസ് എടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ പീസ്. ഇപ്പോൾ നമ്മളിതേ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന പീസ് എടുക്കുക. ഈ ഒരു നെക്കിൻ്റെ ഏറ്റവും അറ്റമുണ്ടല്ലോ, അതിനേക്കാൾ കുറച്ച് കയറ്റിയിട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കയറ്റി വെച്ചാൽ മതി. ഇതുപോലെ കാണാലോ. എക്സ്ട്രാ നിൽക്കുന്നത് നമുക്ക് ബാക്കോട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അരികത്തേക്കടെ അറ്റം വരെ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ എക്സ്ട്രാ നിൽക്കുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നോക്കുക, ഈ ഒരു മുകൾ വശം നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു പീസൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കോട്ടാക്കിയിട്ട് വേണമെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ അരികു ചേർന്ന് ഒന്നും കൂടിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഐയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 2.5 ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ. ബാക്കി എക്സ്ട്രാ വരികയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് മെയിൻ ഫാബ്രിക് ഞാൻ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുകയാണ് കേട്ടോ, ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ഇതുപോലെ ഹാഫായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൻ്റെ ചീത്തവശമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഭാഗം, ചീത്തവശമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഈ ഒരു നെക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറ്റി വയ്ക്കുക. അതിനുശേഷം അതിനൊന്ന് നമുക്ക് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. കുറച്ച് കയറ്റി വെച്ചിട്ടൊന്ന് ഹാഫായിട്ട് മടക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഇതെങ്ങനെ അങ്ങ് മറിച്ചെടുക്കാം കേട്ടോ. കാണാലോ. ഇനി ഞാൻ നല്ല വശം എടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മുകൾ വശം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് മടക്കി മുകളിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു മുകൾ വശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതിനെ വീണ്ടും ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഓരോ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഓരോ ഐ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തുന്നി പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ എളുപ്പത്തിന് ജസ്റ്റ് ഈ ഒരു മെഷീനിൽ ഈ ഷേപ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ കേട്ടോ. വി പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വി പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വി പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇവിടെ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ഇഞ്ച് വീതിയിലാണ് തുണി കട്ട് ചെയ്തെടുത്തത്. അത് 2.5 എന്നുള്ളത് ഒരു 4.5 എടുത്തോട്ടോ. എന്നിട്ട് സെയിം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തോളൂ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്യാപ്പിൽ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഞാൻ ഇത്രയും കുളത്തൊന്നും വെക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ ഷേപ്പിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വി പോലെ സ്റ്റിച്ച് ചെയ്തു, ഇങ്ങനെ വന്നു വി പോലെ, അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എല്ലാം വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തു പോയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നോർമൽ ബ്ലൗസിൻ്റെയും ക്രോസ് കട്ട് ബ്ലൗസിൻ്റെയും അതുപോലെ തന്നെ ഇതിനും സിമ്പിളായിട്ട് 1 ടക്ക് സാരി ബ്ലൗസിൻ്റെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അത്രയും സിമ്പിളാണ്. പ്രത്യേകിച്ച് വലിയ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് 1 ടക്ക് സാരി ബ്ലൗസ്. അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ നൈറ്റി സ്റ്റിച്ചിങ് ആയാലും അതുപോലെ തന്നെ നൈറ്റി മോഡൽ ഫ്രോക്ക് ആയാലും ഒരുപാട് കുർത്തിയുടെ കട്ടിങ് ആയാലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് കണ്ടു നോക്കുക. എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് പ്രൊഫഷണൽ ഇതായിട്ടൊന്നും എടുക്കണ്ട. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഐ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അടിവശത്ത് ഒരു പടി വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 3 ഇഞ്ച് വീതിയിലുള്ള തുണി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിലും ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ നെക്കൊക്കെ ചെയ്ത് ക്യാൻവാസ് വെച്ച് ബാക്കിലും സെയിം പാറ്റേണിൽ തന്നെ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്കിൽ ഓപ്പണിംഗ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പടി വെച്ച് കൊടുക്കണ പോലെ ബാക്ക് പോർഷനിലും സെയിം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ 3 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ട് നമുക്ക് അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ അടിവശം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പടി ഉണ്ടല്ലോ, അത് കറക്റ്റ് ഇത് നമ്മുടെ ഹുക്ക് വയ്ക്കാനുള്ള പാർട്ടാണ്. അത് ഫിനിഷ് ചെയ്തെടുത്ത ഭാഗമാണ് കേട്ടോ ഇത് നമ്മുടെ തയ്യൽ തുമ്പിലേക്കുള്ള ഭാഗം, ഈ ഒരു സൈഡ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റ് ഇതുപോലെ വയ്ക്കുക. കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നത് ഹാഫായിട്ട് ബാക്കോട്ട് മടക്കുക. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതുപോലെ വരിക.
അപ്പോൾ ഈ ഒരു അരികു വശമൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബാക്കോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഹെം ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും പഠിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം. അതുപോലെ തന്നെ ബാക്ക് നെക്കും ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ബാക്ക് നെക്കും ഭംഗിയായിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിവശത്ത് പടി വെച്ചും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. ആദ്യമേ തന്നെ സ്ലീവ്സിൻ്റെ അരികു വശം ഞാൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ സെൻറ്റർ വരണേ. സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡർ ജോയിൻറ്റും ചേർത്ത് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക കേട്ടോ. രണ്ടിൻ്റെയും സെൻറ്റർ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലീവ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കുക കേട്ടോ. സാധാരണ പോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സൈഡൊന്ന് ഷേപ്പ് ചെയ്തു കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഹുക്കും കൂടി പിടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.